ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാമ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനായിട്ട് 3 മൂവണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതാ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മാമ്പഴം കൂടുതൽ വേണ്ട കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ ഹലുവ ശരിയാവില്ല. കുറച്ചേ വേണ്ടോ. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കി വെച്ചത് ഇനിയൊന്നും മിക്സിയിലിട്ടോ ഒന്ന് അടിക്കണം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവരാം. മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ അത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഗ്യാസുമ്മ വയ്ക്കണം കേട്ടോ. അത് ചൂടായി വരുമ്പോൾ ഒരു 3-4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായി വരുമ്പോൾ ഈ മാങ്ങ മിക്സിയിൽ അടിച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നന്നായി ഇളക്കിയും കൊണ്ട് നിൽക്കുക, അടി പിടിക്കാണ്ട്. മാങ്ങ നന്നായി വേവണം കേട്ടോ. ഒരു 3-4 മിനിറ്റെങ്കിലും ഇളക്കിക്കൊണ്ട് നിൽക്കണം, അടി പിടിക്കാണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. നന്നായി തിളച്ച് ഒന്ന് കുറച്ച് വറ്റണം കേട്ടോ പാല്. അതേവരെ ഇളക്കിയും കൊണ്ട് നിൽക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അലുവയൊക്കെ ആകുമ്പോൾ നല്ല മധുരം വേണമല്ലോ. മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനൊരു 5-6 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അടി പിടിക്കാണ്ട് നന്നായി കുറച്ച് നേരം ഇളക്കിയും കൊണ്ട് നിൽക്കുക. അപ്പം നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. റവ ഇടണം. അതിന് മുമ്പ് കുറച്ച് നട്ട്സുകൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കപ്പലണ്ടി കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഭംഗിക്കോ അല്ലെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടാനൊക്കെ നല്ലത് ട്യൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി അതായാലും മതി. ഇവിടെ ഞാൻ കപ്പലണ്ടിയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് റവ ഇട്ട് കൊടുക്കുക. ഞാൻ ചെറിയ ഒരു ഗ്ലാസ് റവയാണ് കേട്ടോ ഇട്ടത്. മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ ഇടാം കേട്ടോ. മൈദ അധികം നല്ലതല്ലാത്ത കാരണം ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ എന്താവശ്യത്തിനും കൂടുതൽ റവയാണ് ഉപയോഗിക്കാറ്. റവ ഒന്നിച്ചിടരുത് കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. കട്ട പിടിക്കാണ്ട് ഇളക്കണം.
നന്നായി വേവണ വരെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. റവ വേവട്ടെ. നന്നായി വെന്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫാക്കി വെച്ചു കേട്ടോ. പാത്രം മാറ്റി. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ആക്കി വെക്കണം കേട്ടോ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് അടിയിലൊന്ന് പുരട്ടണം കേട്ടോ. ഒന്ന് തടവി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് എടുക്കാനൊക്കെ കിട്ടും. സ്ലാബുമ്മ ഉറുമ്പ് കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി നെയ്യ് അവിടെ വീണു. അത് കുടിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും ഓടി നടക്കണേ. ഞാൻ ഉറുമ്പുകൾ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ പാലൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അവരെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അടുക്കളയ്ക്ക് ഇങ്ങനെ വരണതൊക്കെ. അപ്പോൾ പാലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് കുടിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ഓടി കൂടുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ പാത്രത്തിൽ ഒഴിച്ചു. ഇനി ഇത് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പാത്രം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പം നന്നായി കട്ടിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റും ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കത്തി ഇങ്ങനെ മോനെയുള്ള എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അടിയിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും കേട്ടോ. പിന്നെ നന്നായി ചൂട് പോയിട്ടില്ലെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി തണുക്കും. ഇതാ ഇപ്പം നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കത്തി കൊണ്ട് ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ അലുവയുടെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. കൂടുതൽ നെയ്യോ പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കണ സാധനങ്ങൾ കഴിക്കണതാണ് അവർക്ക് നല്ലത്. കടയിൽ നിന്ന് മേടിക്കണതൊക്കെ അത്ര നല്ലതാവില്ല. ഓയിൽ ഒക്കെ കൂട്ടണതാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് സോഫ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.